ഹരിതാമൃതം 2025 മുന്നോടിയായി ഹരിതാമൃതം ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനൻ പുതിയ ബസ് സ്റ്റാൻഡിലെ കോഫി ബൂത്ത് ഉടമ ഇ.കെ. അരുണിന് നൽകി പ്രകാശനം ചെയ്തു. അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശവുമായാണ് ഈ വർഷം ഹരിതാമൃതം 2025 ആരംഭിക്കുന്നത്. 15 വർഷമായി നടന്നുവരുന്ന ഹരിതാമൃതം 2025 വടകര ടൗൺ ഹാളിൽ ഫെബ്രുവരി 6 മുതൽ 11 വരെയാണ് നടക്കുന്നത്. ഹരിതാമൃതം 2025 ഭാഗമായുള്ള ബുള്ളറ്റിൻ പ്രകാശനം സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് ജേതാവ് മണലിൽ മോഹനൻ നിർവഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലെ കോഫി ബൂത്ത് ഉടമ ഇ.കെ. അരുണിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. കാലിഫോർണിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളോളമുള്ള കാട്ടുതീ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ദുരന്തങ്ങൾ, കേരളത്തിലാണെങ്കിൽ വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല പോലുള്ള ദുരന്തങ്ങൾ, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നിരവധി ആവർത്തിക്കുകയാണ്. അതേപോലെ ശുദ്ധമായ വായു കിട്ടാതെ ഡൽഹിയിലുള്ള ആളുകൾ, അവിടെയുള്ള കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നത് കയ്യിൽ വാച്ചിന് പകരം റിഫ്ലക്ടർ കെട്ടിയാണ്. കാരണം അത്രയും വായു മലിനീകരിക്കപ്പെട്ട് പുകയാൽ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, റോഡരികിലേക്ക് ഇങ്ങനെ നടന്ന് കുട്ടികൾ പുസ്തകം എടുത്ത് നടന്നു പോകുമ്പോൾ പരസ്പരം കുട്ടികളെ കാണുന്നില്ല. കാരണം അത്രയും പുക കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് റിഫ്ലക്ടർ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലോറിയും ബസ്സൊക്കെ വരുമ്പോൾ അതിൽ റിഫ്ലക്ടർ ഉള്ള മാതിരി കുട്ടികൾ വരുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയാണ് കുട്ടികളുടെ കയ്യിൽ റിഫ്ലക്ടർ കെട്ടുന്നത്. വി.പി. രമേശൻ അധ്യക്ഷത വഹിച്ചു. സോമൻ മുധുവന, അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ്, പി. സുബ്രഹ്മണ്യം, കെ. ഗീത, പ്രഭാശങ്കർ, കെ. എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ടി. ശ്രീനിവാസൻ സ്വാഗതവും അടിയേരി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൃഷിയിലും മറ്റ് ചികിത്സാ രംഗത്തൊക്കെ തന്നെ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഹരിതാമൃതം ഈ വർഷം ഫെബ്രുവരി 6 മുതൽ 11 വരെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയുടെ ബുള്ളറ്റിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ടൗൺ ഹാളിൽ നടത്തി വരുന്ന ഹരിതാമൃതം ഈ വർഷവും വളരെ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 6 തീയതി ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് ബുള്ളറ്റിൻ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകാനുള്ള ഈ പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ശക്തമായിട്ട് ഈ 6 തീയതി മുതൽ 11 തീയതി വരെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു.